ഗൈസ്, അപ്പോ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എന്താ പറയാ, നിങ്ങൾ ഒരുപാട് കുറെ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരവാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാസം, കഴിഞ്ഞ മാസം മൃദുലയുടെ ഡെലിവറി ടൈം തൊട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയാണ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതെ ഇപ്പൊ ഈ ഒരു ഇപ്പം എന്നുവെച്ചാൽ ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു മാസം എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, സ്റ്റാർട്ടിങ് ഒന്നാമത്തെ കാര്യം, ഞാൻ അവളെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയാണ് ആൾക്കാർ. ഏതിനാണെന്ന് അറിയത്തില്ല. ഇപ്പൊ രണ്ടാമത് വന്നിരിക്കുന്നത് കൊച്ചു, അച്ഛൻ, അമ്മ ഇവരൊക്കെ എന്ത് ചെയ്യും, എല്ലാരും വീഡിയോയില് ഇല്ലല്ലോ. നമുക്ക് കാര്യം ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കമന്റ്സ് ഒക്കെ കാണുന്നത്. അതിനോടൊന്ന് പ്രതികരിക്കാൻ ഞങ്ങളൊന്ന് സെറ്റിലായി വരുന്നതേ ഉള്ളൂ. അതെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ തൊട്ട് ഞാൻ തുടങ്ങാം. അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം. മൃദുലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത്. എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ, യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്തിട്ടാ, എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം. ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ, ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ്, ഇങ്ങനത്തെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആവശ്യമില്ലാതെ വെറുതെ വന്ന് നെഗറ്റീവ് പറയുന്നതിനും കുറച്ച് ആൾക്കാർ അതിനു വേണ്ടി ഇരിപ്പുണ്ട്. അതെ, അപ്പം ചിലരുടെ കാര്യമായിട്ടോ പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. ചിലർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി, തെറി വിളിക്കാൻ വേണ്ടിയും, പേഴ്സണലി മൃദുല ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ, ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനുള്ള മറുപടിയിലോട്ടൊക്കെ ഞാൻ വരാം. ആദ്യം ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂയിലോട്ട് ഞാൻ ആദ്യം വരുവാണ്. നിനക്ക് ഗോവയിൽ പോകാൻ കാശുണ്ട്, നിനക്ക് കറങ്ങാൻ കാശുണ്ട്, നിനക്ക് കാറ് വാങ്ങാൻ കാശുണ്ട്, നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും, മാളിൽ പോകാനും എല്ലാത്തിനും കാശുണ്ട്. നിന്റെ വൈഫ് ഡെലിവറി ആയപ്പം നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ എന്താണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിനോട് ഇവർക്ക് ഇത്ര പുച്ഛ ഈ ആൾക്കാർക്കെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. ഗവൺമെന്റ് ജോലിക്കാരുടെ കൂടെ മക്കളെ കല്യാണം കഴിച്ചയപ്പിക്കത്തോള്, ഗവൺമെന്റ് ജോലിക്കാർ കല്യാണാലോചനകളെ സ്വീകരിക്കത്തോള്. ഇതിനൊന്നും ഗവൺമെന്റ് ജോലിയും ഗവൺമെന്റും കുഴപ്പമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പോകുന്നതിനോട് എന്താ എല്ലാവർക്കും പണ്ടുതൊട്ടേ ഒരു അവജ്ഞത പോലൊക്കെ ആൾക്കാർ കാണുന്നത്. എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം. ഞാൻ അവിടെ ജനിച്ചതാണ്. പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത്. നമ്മൾ പുനലൂരാണ് ചൂസ് ചെയ്തത്. കാരണം ഞാൻ അവിടെ മതി നേട്ടനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ 3 ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പൊ പേഴ്സണലി അവിടെ അറിയാം, നല്ല ക്ലീനും ആണ് അവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും നമുക്കറിയാം. ഒരു കുഴപ്പമില്ല, സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ വിചാരിക്കുന്ന പോലെ ഈ SIT എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല. അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജ് ആണ്. അതെ, അതിന് സ്പെഷ്യലായിട്ടൊരു വിങ് തന്നെ ഉണ്ട്. അവര് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള, അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നു കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട്. പിന്നെ വേറെ കുറെ ആൾക്കാർ അവിടെ തന്നെ ജനിച്ച് തന്നെ എത്രയോ, അവിടെ ഒരു ദിവസം എത്ര ഡെലിവറി നടക്കുമായിരിക്കും, എനിക്ക് എണ്ണമില്ല. അവര് കഴിഞ്ഞ മാസം 200 അതി പ്ലസ് അവര് പറഞ്ഞത്. നമ്മള് അവർക്ക് വിട്ടുകൊടുക്കുക. അവരാണ് പെയിൻ അനുഭവിക്കേണ്ടത്, അവരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. അപ്പം അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ചൂസ് ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ളത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ കംഫർട്ടാണ് നമ്മൾ നോക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം. പിന്നെയാണ് നമുക്കിപ്പോ, എനിക്കിപ്പോ പറയാം, നീ ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ, എനിക്ക് അതാണ് ഇഷ്ടം. എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം മൃദുലയുടെ ഇഷ്ടമാണ്. മൃദുല പറഞ്ഞില്ല, അവളുടെ ചേച്ചിയുടെ ഡെലിവറി അവിടെ ആയിരുന്നു. അപ്പൊ അവൾക്ക് ആ ഹോസ്പിറ്റലിനോട് അത്രയും വിശ്വാസമുണ്ട്. അവളവിടെ കംഫർട്ടാണ്. ആ താലൂക്ക് ഹോസ്പിറ്റലിൽ അവൾ കംഫർട്ടാണ്. അപ്പൊ ഞാൻ പിന്നെ എന്തിനാണ് അവളെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ? എന്റെ കുഞ്ഞിന്റെ ഫസ്റ്റ് ഡെലിവറിയും താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു, സെക്കൻഡ് ഡെലിവറിയും താലൂക്ക് ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ സംഭവം തന്നെ ഫസ്റ്റ് കുഞ്ഞിനെ ഇതുപോലെ തന്നെ എമർജൻസിയിൽ ഞാൻ എന്റെ കുഞ്ഞിനെ അവിടുന്ന് ഫോർവേഡ് ചെയ്തത് SIT ഹോസ്പിറ്റലിലേക്ക്. SITയിൽ ഒരു ദിവസം 15ഓളം ഡെലിവറി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിനുവേണ്ടി മാത്രമുള്ളൊരു ഹോസ്പിറ്റലാണ് SIT എന്ന് പറയുന്നത്. അതുപോലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർഷം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എത്ര ഡെലിവറി നടത്തുന്നതിനകത്ത് എത്ര നോർമൽ ഡെലിവറി ചെയ്യുന്നുണ്ട്, എത്ര സിസേറിയൻ ചെയ്യുന്നുണ്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇതുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ തന്നെ പാതി മനസ്സിലാവും. ഞാൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്റെ തിരുവനന്തപുരത്ത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് മിലിറ്ററി ഹോസ്പിറ്റലിനകത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും ഫെസിലിറ്റി ഉണ്ട് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള. എന്നിട്ട് ഞാൻ എന്റെ വൈഫിന്റെ ഡെലിവറി ചെയ്തത് SITയിലാണ്. എമർജൻസിയിൽ പോയിട്ട് SITയിൽ തന്നെയാണ് ചെയ്തത്. എനിക്ക് അത് നോർമൽ ഡെലിവറി തന്നെ ചെയ്ത ഒരു 4 അന്ന്
വീട്ടിൽ വിടുകയും ചെയ്തു. അതേ സ്ഥാനത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോകുന്നതെങ്കിൽ അവർ അന്ന് തന്നെ അതിനെ സിസേറിയൻ ചെയ്ത് മാക്സിമം ദിവസം അവിടെ റൂമിൽ വിട്ട് ഇതിന്റെ എല്ലാം ബില്ലടിച്ച് കയ്യിൽ കാശായിട്ട് തരുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം നമ്മളെ കെയർ ചെയ്തെന്ന്. പക്ഷെ അതൊന്നുമില്ലാതെ നോർമൽ ഡെലിവറി ആയി വീട്ടിൽ വന്ന്. അത്രയും എനിക്ക് ഉറപ്പുണ്ടായതിന്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മാക്സിമം ഒരാളിന് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, എല്ലാം പറയാം. പക്ഷെ ഒരാളിന്റെ ഫാമിലി ലൈഫിലോട്ട് അവര് തകർന്നിരിക്കുന്ന ഒരു സമയത്ത് അവരെ കുത്തി പറഞ്ഞ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെതഞ്ഞെടുത്ത് നമ്മൾ അവരെ മാക്സിമം നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും ഇടാതിരിക്കുക. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളത് പറയണം, പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കുടുംബ പ്രശ്നം വിറ്റ് നീ കാശാക്കിയില്ലേ എന്ന് വേണമെങ്കിൽ തിരിച്ചും പറയും. ഒരു കല്യാണം കഴിച്ചതിന് ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കയറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് കമന്റ് ബോക്സിലും കാണാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല, ഇതൊക്കെ മാറും. ജീവിതം പഴയ പോലെയൊക്കെ ആവും. ഞാനിപ്പോഴും കുറെ റെന്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ വണ്ടി എടുക്കുക, പോവുക, ഒരു 10-20 വീടൊക്കെ നോക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ ഇവിടെ വരിക, മൃദുലയെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിക്കുക, എന്നിട്ട് പിന്നെ പിറ്റേന്ന് മൃദുലയായിട്ട് പോവുക വരിക. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓട്ടപ്പാച്ചലിന്റെ ഇടയ്ക്ക് അത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കമന്റ്സും കൂടി വായിക്കുമ്പം മാനസികമായിട്ട് അങ്ങ് വളരെ താഴോട്ട് പോകും. വിഷമാവുന്നത്. എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തീർത്തോളാം, നമ്മളായിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തിക്കോളാം. കൂടെ നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കാം, തള്ളി പറയുന്നവർക്കും ചീത്ത വിളിക്കുന്നവർക്കും അത് തുടരാം. പക്ഷെ ഒരു പരിധി വിട്ട് നമ്മുടെ പേഴ്സണലി നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അതൊരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. എല്ലാ വീട്ടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ വഴക്കുകൾ എല്ലായിടത്തും ഉണ്ടാവുന്നുള്ള. പക്ഷെ അതിനകത്ത് നമ്മൾ കയറി ചൊറിഞ്ഞ് അത് വലുതാക്കേണ്ട ഒരാവശ്യമില്ല. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തീരും. അത്രയേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും, അത് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് തന്നെ പറഞ്ഞത്, ഒരു പരിധി വിട്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ അവർ തീർത്തോളാന്ന് പറഞ്ഞു. ഒരു പരിധി വിട്ട് ആളെയും ഉപദ്രവിക്കാതിരിക്കുക. അത്രയും കാര്യമുള്ളൂ.